പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ പേര് അബില സിബി. എൻ്റെ വീട് ചെറുകുന്നാണ്. ഞാൻ ആദ്യമേ തന്നെ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇവിടെ വരാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ഒരു 7-8 കടമുറികൾ വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. എന്നും വാടകക്കാർ എന്നും ഓരോരോ പ്രശ്നങ്ങളും, എന്നും വഴക്കും പ്രശ്നങ്ങളും, എന്നും സമാധാനമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ മോളെ പഠിപ്പിച്ച ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ സിസ്റ്ററിനെ വിളിക്കും. സിസ്റ്റർ, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, സിസ്റ്റർ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ സിസ്റ്റർ പറയും, നീ ഒരു പണി ചെയ്യുക, നീ ആദ്യം കൃപാസനത്തിലൊന്ന് പോയിട്ട് നിൻ്റെ വിഷമതകളൊക്കെ നീ പറ, അപ്പം നിനക്ക് എല്ലാ പ്രോബ്ലംസൊക്കെ മാറി കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് എന്നാലും സിസ്റ്റർ പറയുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി സിസ്റ്ററാണല്ലോ, ഇനി ഞാൻ സിസ്റ്ററിനോട് എങ്ങനെയാണ് പറയണത്, എനിക്ക് താല്പര്യമില്ല എന്ന്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ഞാൻ പോയിക്കോളാം, ഞാൻ എന്തെങ്കിലും പോയിക്കോളാം എന്ന് പറയും. അപ്പോൾ സിസ്റ്റർ പറയും, നീ ഇങ്ങനെ കുറേ ദിവസമായി പോവാമെന്ന് പറയണു, നീ ഇതുവരെ പോകുന്നില്ല, നിനക്കിതിലും വലിയൊരു നിയോഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലാത്ത രീതിയിലുള്ള വലിയൊരു നിയോഗം എനിക്ക് കിട്ടി. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കിടക്കുന്ന വീടും എൻ്റെ ഫ്രണ്ടിലുള്ള 8 കടമുറികളും വേറൊരാളുടെ പേരിലേക്ക് ഓണർഷിപ്പ് മാറി. ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മുകളിലോട്ട് പണിയാനായിട്ട്, കടമുറികളുടെ മുകളിലോട്ട് ഹോസ്റ്റൽ പണിയാനായിട്ട് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ പെർമിറ്റ് എന്താ കിട്ടാത്തതെന്ന് അറിയാനായിട്ട് ഹസ്ബൻഡ് പഞ്ചായത്തിൽ പോയപ്പോൾ അവർ പറയാണ്, സിബിയുടെ പേരിലുള്ള ഓണർഷിപ്പ് വിനീഷ് കുമാറിൻ്റെ പേരിലേക്ക് ആയി കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഞാൻ ഇത്രയും നാളും ടാക്സ് അടച്ചുകൊണ്ടിരുന്നതല്ലേ, ഇത് എൻ്റെ സ്ഥലമല്ലേ, പിന്നെ എന്താ ഇങ്ങനെ ഓണർഷിപ്പ് മാറിപ്പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ്റെ ഫാദർ നേരത്തെ ഒരു സ്ഥലം വിറ്റപ്പോൾ ആ സ്ഥലത്തിൽ ഈ കുറേ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനെ ഇങ്ങനെ ഒത്തിരി സ്ഥലം മേടിക്കലും ബിൽഡിങ് പണിയലും ഉള്ളത് കൊണ്ട് അറിയാതെ എങ്ങാണ്ട് പേപ്പർ മാറിക്കൊടുത്തിട്ട് അവരുടെ ആധാരത്തിൽ ഞങ്ങൾ കിടക്കുന്ന വീടും ഞങ്ങളുടെ ഈ കടമുറികളും ആ നമ്പറുകളെല്ലാം അവരുടെ ആധാരത്തിൽ വന്നു. അപ്പോൾ ആ ആധാരം കണ്ടുകൊണ്ട് ഈ പഞ്ചായത്തുകാർ ഇതെല്ലാം കൂടി അവർക്ക് എഴുതി കൊടുത്തു, ഓണർഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഓണർഷിപ്പും ആ വിനീഷ് കുമാറിൻ്റെയും ഉള്ളത് ഫ്രീസ് ചെയ്ത് വെച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം അതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ കൃപാസനത്തിൽ വരികയാണ്. വന്നു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എന്തോ ഒരു പേടിയും വിഷമമൊക്കെ ആയിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാം എഴുതി, എന്നാലും ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഈ ഫയൽ തിരിച്ചു കൊണ്ടുപോകാം, ഞാനിത് എന്തായാലും ഇവിടെ ഉടമ്പടി എടുക്കണില്ല, പ്രാർത്ഥിക്കാം. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഉടമ്പടി എടുക്കാൻ എനിക്ക് എന്നെക്കൊണ്ട് എന്തോ പറ്റുന്നില്ല. അപ്പം മമ്മി പറഞ്ഞു, എന്നാൽ നീ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ വിചാരിച്ചു, എന്നാൽ ഉടമ്പടി എടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെയും പ്രാർത്ഥിക്കില്ല, രാത്രിയും പ്രാർത്ഥിക്കില്ല, ഒരു പ്രാർത്ഥനയില്ലാത്ത ഒരു കുടുംബമാണ് എൻ്റെ. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ ചേട്ടൻ ചെന്ന് കഴിഞ്ഞപ്പോഴും നിങ്ങൾ ആധാരം ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കോതമംഗലത്തുള്ള ആധാര ഓഫീസിൽ പോയി. ഞങ്ങളുടെ ഫ്രണ്ടായ ഒരു ആ ചേട്ടനായിരുന്നു. അവർ പറഞ്ഞു, ഇത് ഇച്ചിരി പാടാണ്, കോടികൾ വിലയുള്ള സ്ഥലമാണ്, ആയിട്ട് ആധാരം ചെയ്യേണ്ടി വരും, ഒരു 40 ലക്ഷം രൂപയെങ്കിലും ആധാര ചെലവ് തന്നെ വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കില്ലാത്ത ഞങ്ങൾ എങ്ങനെ ഈ 40 ലക്ഷം രൂപയ്ക്ക് മറ്റേ ആധാരം ചെയ്യുക? അപ്പം ഞാനിരുന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവ് എന്താ ചെയ്യണേ, ഇങ്ങനെ അതും ഞങ്ങളുടെ അവകാശപ്പെട്ട സ്ഥലം പെട്ടെന്ന് ഒരാളുടെ പേരിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടേ? ആകെ ഒരു വിഷമവും അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആധാരം ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം അപ്പം പിന്നെ ഒരു ഇത് വെച്ച് കഴിഞ്ഞു, എന്നാൽ ഒരു പണിയാണ്, നമുക്ക് ഇത് തിരുത്താധാരം വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ തിരുത്താധാരം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നന്മ പറഞ്ഞു മറിയുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അവരെ പേപ്പർ വർക്കുകൾ നടക്കണു. എന്നിട്ട് ഞങ്ങൾ രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുകയാണ് തിരുത്താധാരത്തിൽ. അവിടെ ചെന്നപ്പോഴാണ് ഈ അപ്പച്ചൻ വേറൊരു ഇത് ചെയ്ത് വെച്ചേക്കണം. 4 കടമുറികൾക്ക് പകരം 5 കടമുറികൾ അവർക്ക് എഴുതി കൊടുത്തുക്കണം. ഒരു കടമുറി കൂടുതലാണ് അതിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും നടക്കില്ല. അപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു, ഇത് നടക്കില്ല, ഇത് ആധാരം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് ദിവസങ്ങളായി ടെൻഷനായി. ഞങ്ങൾക്ക് 2 പേർക്കും ഉറക്കമില്ല.
ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് സമാധാനം ഇല്ലാതെ നടക്കുക. അപ്പോഴാണ് ചേട്ടന് ഒരു ഇത് തോന്നിയത്. ഇത് മുറികളും സ്ഥലം മാത്രമേ ചേട്ടൻ്റെ പേരുള്ളൂ, മുറികളും കെട്ടിടവും ഹസ്ബൻഡിൻ്റെ ചേട്ടൻ യോയാക്കിയുടെ പേരിലാണ് കിടക്കുന്നത്. മീൻസ് ചേട്ടനല്ല, അപ്പച്ചൻ്റെ പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ ചേട്ടനൊരു തോന്നലുണ്ടായി, ഈ യോയാക്കിയുടെ പേരിലുള്ള ഒരിക്കലും സിബിയുടെ പേരിലാണെങ്കിൽ ഓണർഷിപ്പ് കൊടുത്തെങ്കിൽ, കാരണം ആ വിറ്റ കെട്ടിട സിബിയുടെ പേരിലാണ്. അപ്പോൾ സിബിയുടെ പേരിലുള്ള ഓണർഷിപ്പാണ് കൊടുക്കണമെങ്കിൽ ശരിയായിരുന്നു, അത് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടില്ലായിരുന്നു. ഇത് യോയാക്കിയുടെ പേരിലുള്ളത് ഈ പഞ്ചായത്തുകാർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. യോയാക്കിയുടെ പേരിലുള്ള കെട്ടിടം ബിനീഷ് കുമാറിന് കൊടുത്തു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ ആൽബിച്ചൻ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. മാതാവിൻ്റെ അനുഗ്രഹം കേട്ടോ, ഞങ്ങളുടെ ഇതല്ല, ഞങ്ങൾക്കത് ചെയ്തു തന്നത് മാതാവാണ്. ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് ഒരു ദിവസം, സെക്രട്ടറി അടക്കം എല്ലാവരും കൂടി ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്ന് പരിശ്രമിച്ച് അവരുടെ ജോലി വരെ പോകുന്ന രീതിയിലായി. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ഞങ്ങളുടെ ഓണർഷിപ്പ് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. പക്ഷെ അയാളുടെ ഒന്നും ശരിയായിട്ടുമില്ല. അപ്പം അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്കിത് സാധിച്ചെടുത്തെന്ന്. കാരണം ഒരിക്കലും അത് സാധിച്ച് കിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഈ 40 ലക്ഷം രൂപ കൊടുത്തായിരുന്നു സാഹചര്യം. ഈ 40 ലക്ഷം രൂപ കൊടുക്കാതെ ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടി. അത്രയും അത്ഭുതമാണ് അതിനകത്ത് നടന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇത്തിരി ഈ കെട്ടിടമൊക്കെ പണിതുകൊണ്ട് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഓണർഷിപ്പ് തിരിച്ച് കിട്ടി കേട്ടോ. 3 ആഴ്ച കൊണ്ട് തിരിച്ച് കിട്ടി കേട്ടോ. ഞാൻ ഒരു ഉടമ്പടി എടുത്ത് 3 ആഴ്ച കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടി. ഞങ്ങളുടെ ഓണർഷിപ്പ് തിരിച്ച് ഞങ്ങളുടെ സ്വന്തം പേരിലേക്ക് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. പിന്നെ സ്വർണം വിൽക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. കുറേ സ്വർണം വേറെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വിൽക്കാം, വെറുതെ ഈ പലിശ കൊടുക്കണ്ടല്ലോ, നമുക്കന്ന് സ്വർണം വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ വിൽക്കാം, നമുക്ക് നാളെ തന്നെ പോയി വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു മിനിറ്റ്, നമുക്ക് മാതാവിനോടൊന്ന് ചോദിച്ച് നോക്കാം. ഞാൻ എന്നിട്ട് കാശ് രൂപം ഒരു ഫയലിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് കുറിപ്പടി പോലെ ഇങ്ങനെ എഴുതിയിട്ടാണ്, മാതാവേ, ഞാനിത് സ്വർണം വിൽക്കാൻ ഞാൻ തീരുമാനിച്ചു, അത് വിൽക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ, യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് ഞാൻ ആ ഫയലിൽ ഇട്ടിട്ടും കാശ് രൂപത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടും കൂടി ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് നോ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എന്നോട് നോയാ പറഞ്ഞു. അപ്പം ചേട്ടനും പറഞ്ഞു, മാതാവ് നിന്നോട് നോ എന്നല്ലേ പറഞ്ഞേക്കണം, നീ അത് വിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേ സ്വർണ്ണത്തിന് അങ്ങ് വില കൂടാൻ തുടങ്ങിയിട്ട് പിന്നെ എവിടെ ഇങ്ങനെ നിൽക്കില്ലാത്തൊരവസ്ഥയിലേക്ക് അതുമാതിരി വില പിടുപിടുവെന്ന് പറഞ്ഞ് അങ്ങനെ കൂടാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഞങ്ങളുടെ ഒരു കടമുറിയിൽ കഫേയിൽ നല്ല കച്ചവടം നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ അടുത്തുള്ള ഒരു ഗോഡൗണുകാർ വലിയൊരു ബോർഡ് വെച്ചിട്ട് സൈഡ് മറച്ചിട്ട് ഞങ്ങളുടെ കച്ചവടം ആകെ കുറഞ്ഞു പോയായിരുന്നു. കച്ചവടം ഇല്ല. അവിടെ നിന്ന് കോതമംഗലത്ത് നിന്ന് ആലുവയ്ക്ക് വരുമ്പോൾ ആ ബോർഡ് കാണുന്നത് കൊണ്ട് ആ കഫേ ഷോപ്പ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അബിലൊരു പണി ചെയ്യുക, ഒരു ഇച്ചിരി ഉപ്പും തൈലമൊക്കെ കൊണ്ടുപോയി ഒന്ന് പുരട്ടി നോക്കുക. അപ്പം അത് മാതാവ് അത് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ആ തൈലം കൊണ്ടുപോയി ഞാൻ കുരിശ് വരച്ചു, കുറേ ഉപ്പൊക്കെ ഇട്ടു. ഒരാഴ്ചയായി മാറുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്താ ഇത് മാറ്റാത്ത? ഞാൻ അമ്മേനെ വിശ്വസിച്ചിട്ടാലോ ഞാനിങ്ങനെ ചെയ്യണതോ? ഒരാഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസമായും അത് മാറുന്നില്ല. പെട്ടെന്ന് ഈ 3 ആഴ്ച മുന്നേ അവർ സ്വയം ആ ബോർഡ് എടുത്ത് മാറ്റി. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവരത്രയും സ്വയം അവർ മാറ്റിക്കോളാൻ പറഞ്ഞു. അതുവരെ പോലീസ് സ്റ്റേഷനിൽ വരെ ഞങ്ങൾ ഈ ബോർഡിൻ്റെ പ്രശ്നം വരെ കയറിയിട്ട് ഞങ്ങൾക്ക് ന്യായം നിൽക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ലായിരുന്നു. കാരണം അവരുടെ സ്ഥലത്തല്ലേ ഫ്ലെക്സ് ബോർഡ് വെച്ചേക്കണത്, അവർക്കത് വെക്കാനുള്ള അധികാരമുണ്ട്, അത് മാറ്റാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ തിരിച്ചു വിട്ടതാണ്. ആ ബോർഡ് അവർ സ്വയം അതെടുത്ത് മാറ്റി. ഞാൻ പറയാം, 3 മാസമാണെങ്കിലും ആ ഉടമ്പടി തീരണേക്കാളും മുമ്പ് എൻ്റെ ബോർഡും എടുത്ത് മാറ്റി എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അമ്മയോട് വളരെയധികം നന്ദി ഞാൻ സമർപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അതോടുകൂടി എൻ്റെ വീട്ടിൽ നല്ല പ്രാർത്ഥനയും
നല്ല ഇതും എൻ്റെ പിള്ളേരൊക്കെ പ്രാർത്ഥിച്ച് നല്ല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് എന്ത് ഇഷ്ടമാണോ ഈ പ്രാർത്ഥന ചൊല്ലണത്, ഇവിടെ വരുന്നതും ഭയങ്കര ഇഷ്ടമായി. ഒരു സെൻറ്റൻസ് പോലും പ്രാർത്ഥന പോലും എൻ്റെ മക്കൾക്ക് അറിയത്തില്ലായിരുന്നു. ഒരു സെൻറ്റൻസ് പോലും പ്രാർത്ഥന പോലും എൻ്റെ മക്കൾക്ക് അറിയത്തില്ലായിരുന്നു. പള്ളിയിൽ പോകത്തുണ്ടായിരുന്നില്ല, കുമ്പസാരിക്കില്ലായിരുന്നു. അങ്ങനെ വിശ്വാസമാണ്, പക്ഷേ എന്തോ ഈ വഴക്കും അടിയൊക്കെയാണ് പള്ളിയിൽ. അത് കാരണം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ അതിലേക്കൊക്കെ കുറച്ച് ഒത്തിരി ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ പാവങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സഹായിക്കും. പിന്നെ ഒത്തിരി ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും, പ്രാർത്ഥനയൊക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്യും. പിന്നെ ഒരു കൊച്ചിനെ ഞാൻ ഇന്ന് കൊണ്ടുവന്നു, അതിന് ഉടമ്പടി എടുക്കാനായിട്ട്. അത് ക്ലാസ്സിന് കയറിയേക്കുവാണ്. ആ കൊച്ചിനെ കൊണ്ടുവന്നു. പിന്നെ ഓരോരുത്തരോടും ഞാനിങ്ങനെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ നടന്ന്. എല്ലാവരും തന്നെ പറയേണ്ടത് ഇത് ഭയങ്കര അത്ഭുതമായിപ്പോയി. അത്ര അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയുംകാൾ ചെറുതായിരുന്നു. നമ്മുടെ യോഗ്യതയല്ല എന്ന് ഒരിക്കൽ കൂടി അനുഭവസാക്ഷ്യം പറയുന്നു. തിരുവചനവും നമ്മോട് അരുളി ചെയ്യുന്നു. നമ്മെ തിരഞ്ഞെടുക്കുവാനും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനും നാം ആരാണ്? ആരുമല്ല. അല്ലാതിരുന്നിട്ടും ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാത്ത നിമിഷങ്ങൾ, കർത്താവിനെ കൂട്ടുപിടിക്കാത്ത നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴും പല വ്യക്തികളിലൂടെ എങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് ഓരോ കുടുംബവും വരുന്നത്, കുടുംബത്തിൽ പിന്നീട് എങ്ങനെ ഇതുവരെയും തങ്ങൾക്കില്ലാതിരുന്ന നല്ല ജീവിത മാതൃകകൾ മാതാപിതാക്കൾ കാണിക്കുന്നു, അത് മക്കളെ സ്വാധീനിക്കുന്നു, കുടുംബ പ്രാർത്ഥനയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. തങ്ങളുടെ ഉടമസ്ഥ അവകാശം തന്നെ തങ്ങൾക്ക് ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഇതിവിടെ വ്യക്തമായിട്ട് കേട്ടതാണ്. കോടികളുടെ ആസ്തിയാണ്, എന്നാൽ അത് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ഒരു നിമിഷം കൊണ്ട് തങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. തങ്ങളുടെ പേരിൽ പറമ്പില്ല, കടമുറിയില്ല, ഒന്നുമില്ല. മറ്റൊരാളുടെ പേരിൽ അതിന് കൊടുക്കേണ്ടി വരുന്നത് ആധാരം എഴുതണമെങ്കിൽ 40 ലക്ഷത്തോളം രൂപ വേണം. ഇതൊന്നും ഇല്ലാതെ 3 ആഴ്ച കൊണ്ട് എങ്ങനെ ഇത് ക്ലിയറായി? അതുകൊണ്ട് തന്നെയാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നാം ഇന്നിത് കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുകയാണ്. ഏതോ വർഷങ്ങൾ നടന്ന കാര്യങ്ങളല്ല, ഏതോ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പണ്ടെങ്ങോ നടന്ന കാര്യങ്ങളല്ല, ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നതെന്നും അതിന് ഇന്ന് തൻ്റെ കുടുംബം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുമൊക്കെ അഭിലാസിബി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.